Hi John, hi Fi. Okay. Good morning. Yeah. സോ ഞങ്ങൾ ഇന്നലെ വസീമിന്റെ ഫാമിലിയുടെ കൂടെയാണ് താമസിച്ചത്. നൈസ് കംഫർട്ടബിൾ, നല്ല ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തു. അപ്പം ഞങ്ങൾ ഇന്നത്തെ അഡ്വഞ്ചറിലേക്ക് തുടങ്ങുവാണ്. അപ്പം ഇനി ജോനാസ്ബർഗ് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടുത്തെ കുറെ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിയോണ്ട് ദ ബോർഡേഴ്സ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. രാവിലെ ഒട്ടും ടൈം കളയുന്നില്ല. We don't have, we're not going to waste time. Okay. Did you sleep well? Okay, and what about this? Did you sleep well? After long time, nice comfortable bed, eh? Okay. നല്ല ഫുഡ് അടിച്ചല്ലേ? നല്ല ഫുഡ്. Okay. Thank you, Wasim. Thank you so much. It was nice. No. Thanks for coming, man. Yeah, and he's not going to leave us. Actually, he's going to be with us. Yeah. Because you guys. Wasim. Sugamano. Okay. വസീം ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെ ഞാൻ വസീമിനെ കൂട്ടുവാണ്. ബിക്കോസ് ജോനാസ്ബർഗ് ആണ് ഞാൻ കാണാത്ത കുറെ കാഴ്ചകൾ. പിന്നെ ബിയോണ്ട് ദ ബോർഡറിന്റെ ന്യൂ പാക്കേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് എൻ്റെ ഇവിടുത്തെ സ്ട്രോങ് ഹാൻഡാണ് വസീം. അപ്പം ഞങ്ങൾ പുതിയ കുറച്ച് സ്ഥലങ്ങൾ, അധികം സൗത്ത് ആഫ്രിക്കയിൽ വന്നാൽ നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങളും കൂടെ വസീം ഞങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം. Okay, thank you again. Thank you for the nice supper and the nice breakfast. Thank you. Okay, I'm taking Wasim. Yeah, we'll come again. Yeah. Okay, I'm taking Wasim with me. No problem. Okay, we'll see you in a week's time. Okay. അപ്പം ഇന്നലത്തെ ഞങ്ങൾ ഇവിടെ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ പുതിയ വണ്ടിയുടെ കോലം കണ്ടോ, എന്താ പറയാ, ചെളിയായി. അപ്പോൾ ഇനി വിട്ടേക്കോ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. മനുഷ്യന്റെ പരിണാമം എവിടെ തുടങ്ങുന്നു? നമുക്കറിയാം ആഫ്രിക്കയിലാണ് മനുഷ്യൻ ജന്മം എടുത്തതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് പോയി കാണാം. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും. നമ്മൾ ഹോമോസാപ്പിയൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പൂർവികരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഹോമോസാപ്പിയൻസിലേക്ക് എത്തുന്ന മനുഷ്യന്റെ പരിണാമമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനത്തെ ജോനാസ്ബർഗിൽ വരുമ്പം നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. ഒത്തിരി പേരൊന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ടൈം ഷെഡ്യൂൾ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ ഓപ്പറേറ്റേഴ്സും ഇത് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഈ ജേണി കൂടുതലും ഒത്തിരി കോമൺ ആയിട്ട് നമ്മൾ ഇൻ്റർനെറ്റിലൊന്നും കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ടീംസൊക്കെ എത്തി. വസീം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വസീം എൻ്റെ ഇവിടുത്തെ ഓപ്പറേഷണൽ പാർട്ട്ണറാണ്. ഈ പുള്ളിക്കാരൻ ഇവിടുത്തെ ലോക്കലാണ്. അപ്പോൾ അത് കൂടാതെ പുള്ളിക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഈ പുള്ളിയുടെ ഒരു ഫാദർ ഈ ഡിവിഷന് മുമ്പ്, സെപ്പറേഷന് മുമ്പ് ഫാദർ ഇന്ത്യയിൽ നിന്നും അമ്മ പാകിസ്ഥാനിൽ നിന്നുമാണ്. പക്ഷേ പുള്ളി ഇവിടുത്തെ സിറ്റിസണാണ്. പുള്ളിക്കാരൻ്റെ വൈഫ് ഈ പാകിസ്ഥാനി ആണ്. അങ്ങനെ പല പല കാര്യമാണ്. പുള്ളിക്കാരൻ ഒത്തിരി മലയാളം ഫ്രണ്ട്സ്, കേരള ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാവുന്നത്. അപ്പം അതിനുശേഷം പുള്ളിക്ക് ഇവിടെ ലോക്കൽ ഏരിയയെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ടൂർ ഓപ്പറേഷനൊക്കെ ഇവിടെ നടത്തുമ്പോൾ നമുക്ക് ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാണ്. സൗത്ത് ആഫ്രിക്ക പോലെ ഒരു രാജ്യത്ത് അവിടെയാണ് നമുക്ക് ബിയോണ്ട് ദ ബോർഡറിന് വസീമിൻ്റെ ഹെൽപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ക്രൂഗറിലേക്കൊക്കെ ഗസ്റ്റിനെയും കൊണ്ട് പോകുമ്പം എടുക്കുന്ന സ്റ്റോപ്പാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ വസീമിൻ്റെ സർവീസ് ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ വസീമും ഞങ്ങളും ഇപ്രാവശ്യം കുറേയും കൂടെ പുതിയ സ്ഥലങ്ങൾ ആഫ്രിക്കയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഈ സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നവരെയും ഇന്ത്യയിൽ പല ഭാഗത്തു നിന്ന് വരുന്നവരെയും കാണിച്ചു കൊടുക്കാനുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. അപ്പോൾ ഓക്കെ വസീം, ഓൾ സെറ്റ് റെഡി, ലെറ്റ്സ് ഗോ. ഓക്കെ. അപ്പൊ ജോനാസ്ബർഗിൽ നല്ല റെയിന് തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മള് ഇതിന് you said 4 way, this place called 4 ways. This is called, now we're gonna go to 4 ways. Okay. We will take this off ramp now. So this side is 4 ways, and then if you go a little bit on your left hand side, then Bryanston, Sandton, Rosebank. So okay. It's one of the posh area of Johannesburg, or maybe you can say Gauteng. Yeah. And it's quite rich as well. And I know there's few Mediclinic hospital also. We're turning right here, no? Yeah, we're gonna turn right. Okay, so you can say it's 4 way. So all my friends from Johannesburg here, from 4 way and all this. ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. I was here. Okay, we are making a turn, you know? Yeah, now we're going to pass Monte Casino as well. Okay, Monte Casino. Monte Casino is one of the very famous... അപ്പം ഡാർലി, ജോബർഗ് ഈസ് ക്വൈറ്റ് വലിയൊരു ഏരിയ ആണ് അല്ലേ? നമുക്ക് ജോബർഗ് എന്ന് പറഞ്ഞാൽ കേപ്പ് ടൗണേക്കാളും മച്ച് ബിഗ്ഗർ ആണ്. ഒത്തിരി ഇതുണ്ട്. പക്ഷേ നല്ല ഏരിയകളും മോശം ഏരിയ ഒക്കെ ഉണ്ട്.
അപ്പം ഞാൻ സാധാരണ ജോബർക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും വസീമിൻ്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കാറുണ്ട്, എക്സ്പെഷ്യലി ഗസ്റ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ. എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഏരിയ അറിയണം, അപ്പം ജോബർഗിൻ്റെ ഹിസ്റ്ററി അറിയണം, ഏരിയാസ് അറിയണം, അതുകൊണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ചും കൂടെ വേറെ കുറേ കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനിയും 2-3 പ്രൊവിൻസസ് കൂടെ കവർ ചെയ്യാനുണ്ട്. ആ പ്രൊവിൻസിന്റെ ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സാൻസിയ, എവിടെയാ പോകുന്നത്? നമ്മൾ വിച്ച് ഓൾ ഓഫ് ദ പ്രൊവിൻസ് വി ഹാവ് ടു സ്റ്റിൽ കവർ? We still have to cover, let me make sure I'm right. We have to cover Free State, Northwest, okay, North Cape, Northern Cape, yeah, Northern Cape and one more. Limpopo. Yeah. നമ്മൾ ഇന്ന് ലിംപോപ്പോ ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രീ സ്റ്റേറ്റും ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ജോനാസ്ബർഗിൽ 2 എയർപോർട്ട് ഉണ്ട്. ഒന്ന് OR ടാംബോ എന്ന് പറയും, ഇന്റർനാഷണൽ. ലാൻസേരിയ, ദാറ്റ്സ് ഓൾസോ ഇന്റർനാഷണൽ എയർപോർട്ട്. Lanseria also international airport. Okay. But Lanseria, you don't have passenger aircrafts landing on at Lanseria airport, but all your Democrats and all your those international presidents or but I've been landed once there. Actually, domestic flights are flying. Yeah. There is a lot of domestic flights from domestic, local domestic flights, national flights, like from Cape Town to Joburg, Durban, this and that. Okay. There's no international flights like Emirates or Etihad. Yeah. But the Lanseria, it's itself an international airport for the Democrats, like ശരിക്കും സൗത്ത് ആഫ്രിക്കയുടെ ഫൈനാൻഷ്യൽ ഹബ്ബ് എന്ന് പറയുന്നത് ജോനാസ്ബർഗ് തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒത്തിരി ലോജിസ്റ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ജോനാസ്ബർഗിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് അതായിട്ട് ഞങ്ങൾ ഈ കാണുന്നത്, ഈ റോഡിൻ്റെ സൈഡുകളിൽ മൊത്തം ട്രക്ക് ലേബേകളാണ് കാണുന്നത്. ഈ വലിയ ട്രക്കുകൾ റെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ലോജിസ്റ്റിക്കുകൾ മൂവ് ചെയ്യാൻ വേണ്ടി. അത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല, ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലേക്ക്, അതായത് സദേൺ ആഫ്രിക്കൻ കൺട്രികളിലേക്ക് എല്ലാം ഈ ട്രക്കുകൾ നമുക്ക് റെൻ്റ് എടുത്ത് നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്സ്കേർട്ട്, സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ട്രക്ക് ലേബേഴ്സും വലിയ ഹെവി ട്രക്കുകളൊക്കെ ഇട്ടേക്കുവാണ് ഇഷ്ടംപടി. അപ്പോൾ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലമാണ് ഞങ്ങൾ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴേക്കും ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തി. ഇതാണ് ഇതിൻ്റെ എൻട്രി പോയിന്റ് ആണ് ഈ കാണുന്ന ഈ സ്തൂപങ്ങൾ. താഴെ എഴുതിയിട്ടുണ്ട് ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്. എന്നിട്ട് അത് 2 ഇതുണ്ട്, അത് കാണിക്കുന്നത് അത് കറക്റ്റാട്ടോ. ഇതുണ്ട്, ഈ 2 കാൽപാദം കണ്ടോ. അതായത് ഈ ആഫ്രിക്കയുടെ താഴെ തൊട്ടാണ് ആൾക്കാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് നടന്ന് നീങ്ങിയെന്നുള്ള പോലത്തെ ഒരു ചിഹ്നമാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നല്ല ഒരു മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാലും എക്സൈറ്റഡ് ആണ്. ഇതാ നമ്മൾ ആദ്യം തന്നെ ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിൻ്റെ അടുത്ത് 2 ഫോട്ടോയൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഏതൊക്കെയാലും എനിക്ക് ഉറപ്പാണ് സാൻസിയും ചെയ്യാനും ആയിരിക്കും ഇത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളും സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എൻട്രൻസിലേക്ക് എത്തി, നമുക്ക് അങ്ങോട്ട് കയറാമല്ലോ. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു പരിണാമത്തിൻ്റെ, അതായത് നമ്മൾ പറയില്ലേ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ചത്, അത് പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ആ ട്രാൻസിഷൻ്റെ ഓരോ ഫേസസ് ഒക്കെയാണ് വെക്കുന്നത്. ഏതെങ്കിലും പിള്ളേർ ഓടി നടന്ന് ഫോട്ടോ എടുക്കുകയും അവർക്കൊരു അത്ഭുതമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് തോന്നുന്നുണ്ടല്ലോ ശരിക്കും നമ്മുടെ മുത്തശ്ശൻ തന്നെയാണല്ലോ എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ആ കൺവേർഷൻ അവർ നല്ല അതുപോലെ റിപ്ലിക്ക ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണൊക്കെ കണ്ടില്ലേ, എന്ത് ജീവനും തുടിക്കുന്ന കണ്ണുകളാണല്ലോ. ഓക്കെ, ഫോസിലിൻ്റെ അകത്ത് ഹാഫ് വേ നമുക്ക് ഇവിടുന്ന് കിട്ടി അവരുടെ ബോണിൻ്റെയൊക്കെ ബാക്കി അവർ ഫില്ല് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ ഈ സ്ട്രക്ചറും ഈ ഹ്യൂമൻ്റെ ഇതിൻ്റെ ഹെറിറ്റേജും ഒക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ടീത്ത് നമുക്ക് കാണാം, ലൈഫ് ടോൾഡ് ബൈ ദ ടീത്ത്, അങ്ങനെയുള്ള ഈ ഏരിയയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ
ഇത് കുറച്ച് ഫോസിൽസ് റിയൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റിമൈനിങ് അവർ ഫില്ലിങ് ആക്കിയേക്കുവാണ്. അപ്പോൾ നമുക്ക് കളർ ഡിഫറൻസിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഹോമോസാപ്പിയൻസ് വന്നപ്പോഴേക്കും നമ്മുടെ ഫോമും പിന്നെ നമ്മുടെ കാർട്ടിലേജ് ഒക്കെ ഓൾമോസ്റ്റ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഹോമോസാപ്പിയൻസ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹോമോസാപ്പിയൻസ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും പരിണാമത്തിലെ ഏറ്റവും ആദ്യത്തെ രൂപം എന്നാണ് പറയുന്നത്. ബട്ട് അതിന് മുമ്പത്തുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഫോസിൽ കണ്ടെത്തിയതാണ്, കല്ലിൻ്റെ ഇടയിൽ നിന്ന് കണ്ടെത്തുന്ന അതേ സ്ട്രക്ചർ തന്നെ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. കല്ലും മണ്ണിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ബോഡി ഇവർ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഈ ഭാഗത്ത് ഒത്തിരി ഈ പറയുന്ന സ്ട്രക്ചർ ഹ്യൂമൻ ആയിട്ട് നമ്മുടെ ബോഡി സ്ട്രക്ചറുമായിട്ട് ഏറ്റവും മാച്ചായിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടെത്തിയതിൻ്റെ അതേ ആ സ്ട്രക്ചർ അവരിവിടെ വെച്ചിട്ടുണ്ട്. ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക, മനുഷ്യവംശത്തിൻ്റെ മടിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നതിൻ്റെതായ കാരണങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ 13ഓളം സൈറ്റുകൾ ഇത് ഒത്തിരി, അതായത് ആദിമ മനുഷ്യനുമായിട്ട് ഏറ്റവും സാമ്യമുള്ള പരിണാമം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തുള്ള ആൾക്കാരുടെ 13ഓളം സൈറ്റുകൾ ഈ പ്രദേശത്ത് തന്നെ വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഇവരെ ഈ ഒത്തിരി ഇതിങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ സൈറ്റ് ഇതിനു വേണ്ടി അവർ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറി നോക്കാം എന്നൊക്കെയാണ്. കണ്ടിട്ട് എന്തൊക്കെയോ തോന്നുന്നു, നമ്മൾ ഏത് ലോകത്താണ് നിൽക്കുന്നതെന്നൊരു തോന്നലാണ് വരുന്നത്. നമ്മളെ ഭൂമിയുടെ ഉൽപ്പത്തിയെ കാണിക്കാൻ വേണ്ടി പോവാണ്. എക്സ്പ്ലോർ ബിയോണ്ട് ദ പ്ലാനറ്റ് എർത്ത്. ഓക്കെ, നമ്മൾ ലോകത്തിൻ്റെ ബോർഡറുകൾ കടന്നു പോകാൻ നോക്കുമ്പം ഇവർ നമുക്ക് പ്ലാനറ്റിനെ കുറിച്ചുള്ള ബിയോണ്ട് പ്ലാനറ്റിനെ കുറിച്ച് നമുക്ക് ഒരു ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി കയറ്റുവാണ്. ഇതൊരു നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി, ഇതിൻ്റെ പാക്കേജിന് കൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളമാണ് ഉണ്ടായത്, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ടണലിലേക്ക് നമ്മളെ കയറ്റുവാണ്, ഒരു ബോട്ടിൽ. അപ്പോൾ അന്നത്തെ ആ ലോകമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഐസ് ഏജിനെ ഓർമ്മിപ്പിക്കുന്ന പോലെയുള്ള ഒരു കാലഘട്ടമാണ് ആദ്യത്തെ ഒരു സെക്ഷൻ വരുന്നത്. മൊത്തം തണുത്ത് മരച്ച് നിൽക്കുന്നു. അത് കഴിയുമ്പോഴാണ് ഐസ് ഏജ് കഴിഞ്ഞിട്ട് വരുന്നതാണ് സണ്ണിൻ്റെ പരിണാമത്തെക്കുറിച്ചൊക്കെ കാണിക്കുന്ന ഈ സെക്ഷൻ വരുന്നത്. വെട്ടത്തിൻ്റെ കേസ് വരുന്നു. സത്യം പറഞ്ഞാൽ ഇത് പേടിയാവുന്ന ഒരു സെറ്റപ്പാണ്. ഇത് നമ്മളിതെല്ലാം കാണുന്നത് ഒരു വെള്ളത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഇവർ നമ്മൾ ഈ ബോട്ടെ കയറ്റി വിടുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓരോ ട്രാക്ക് കയറി വരുവാണ്. ഇതെനിക്ക് തോന്നുന്നത് ലാവയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഭൂമിക്ക് അടിയിൽ നിന്നുണ്ടാവുന്ന അഗ്നിപർവ്വതങ്ങൾ അതൊക്കെ സൂചിപ്പിക്കുന്നു. എൻ്റെ അമ്മോ, ഇതെന്താ തല മുട്ടൂല്ലോ ഇതിപ്പം. അങ്ങനെ അവസാനം അതൊക്കെ ആ റൈഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബിഗ് സ്ക്രീനിന് മുമ്പിലോട്ടാണ് വന്ന് നിൽക്കുന്നത്. ഇത് ഫലക ചലന സിദ്ധാന്തം എന്ന് പറയല്ലേ. ഇത് ആദ്യം ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഭൂഖണ്ഡങ്ങളൊക്കെ ഒരൊറ്റ ഒരു ഭൂഖണ്ഡമായിരുന്നു. അത് നമ്മൾ കേട്ടിട്ടില്ലേ, ചെതറി മാറിയതാണെന്നൊക്കെ പറയല്ലേ. അപ്പം ഫലക ചലന സിദ്ധാന്തത്തിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മുടെ ഇന്ത്യ ആണല്ലോ കാണുന്നത്. അതെ, അപ്പം ഇപ്പം നമ്മൾ പറയാറുണ്ട് ആഫ്രിക്ക രണ്ടായി പിളരാൻ പോകാമെന്ന് എപ്പോഴും നമ്മൾ ന്യൂസ് കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയാണ് തെന്നി മാറിയതാണ് പല രാജ്യങ്ങളും ഉണ്ടായത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് എന്തോരം സംഭവമാണെന്ന് പറയാം ഇവിടെ കാണാനുള്ളത്. ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഹോമോസാപ്പിയൻസിലേക്ക് എത്തുന്നതിന് മുമ്പത്തുള്ള മനുഷ്യൻ്റെ പല പല കാര്യങ്ങൾ അതെല്ലാം. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ഒരു ക്ലോക്ക് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഐസ് ഏജിൽ അതിന് ശേഷം ഇത് ഈ പറയുന്ന ബാക്ടീരിയയോ അല്ലെങ്കിൽ കടൽ ജീവികളൊക്കെ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഹ്യൂമണിലേക്ക് എത്തിപ്പെടുന്നതെന്നൊക്കെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് എമർജൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ് ഈ ക്ലോക്ക് കാണിക്കുന്നത്. അതായത് നമ്മളെ ജീവനിലേക്ക് എത്തിപ്പെടുന്ന ആ സൈക്കിളാണ് ഒരു ക്ലോക്കിൻ്റെ രൂപത്തിൽ കാണിക്കുക. അപ്പോൾ വിഷ്വലിയും കൂടെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിമാലയം തൊട്ട് ലോകത്തില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ഒരു
1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു എത്ര പറയുക 5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച 10 വർഷം എടുത്ത് പഠിച്ച കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ നല്ല വിഷ്വലി അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഫോസിലിൻ്റെ ചരിത്രവും ആരാ ഇവിടെ കണ്ടെത്തിയെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലോകത്ത് എവിടെയൊക്കെയാണ് ആദ്യ ഹ്യൂമൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്, അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയിലാണ് ഹ്യൂമൻ കൈൻഡ് വാസ് ബോൺ ഇൻ ആഫ്രിക്ക എന്നുള്ള ഒരു കാര്യം പറയുന്നത്. അതിന് ശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് മനുഷ്യരെ വ്യാപിച്ചത്, മനുഷ്യവംശം വ്യാപിച്ചതെന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന പോലത്തെ ഉള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുമാത്രമല്ല കേട്ടോ, പിന്നെ നമ്മുടെ ജീൻസ് പരിണാമം എങ്ങനെയാണ് കറുത്ത മനുഷ്യനും വെള്ള മനുഷ്യനും ഉണ്ടായത്. ഇത് വലിയൊരു സംഭവമാണല്ലോ. നോക്കിയേ, ലോകത്തുള്ള എല്ലാ ജീൻസിൻ്റെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. അതൊരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ ആൾക്കാരും ഇല്ലേ? നമ്മുടെ ആൾക്കാരും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. ഇന്ത്യൻ നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് അറിയുന്നത്. ഓവർ നെക്സ്റ്റ്. അപ്പോൾ നമ്മളെ ഈ ഷോയുടെ മുമ്പിൽ എത്തുമ്പോഴാട്ടോ നമ്മൾ ഞെട്ടിപ്പോകുന്നത്. നമ്മൾ എവിടെ തുടങ്ങിയെന്നും എവിടെ അവസാനിച്ചെന്നും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈവൻ നമ്മുടെ ഒരു കാലഘട്ടം തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളും അവസാനം ഹിരോഷിമയിൽ പോയി അവസാനിക്കുന്നതും എല്ലാം കൂടെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ ഇരുന്ന് കണ്ടുപോകും. അതുകൂട്ടൊരു ഷോ ആയിരുന്നു. ഞങ്ങളിവിടെ നിൽക്കുന്ന അവിടെ തന്നെ ഒരു കേവ് ആണ്. ഞാൻ അതിൻ്റെ പുറത്തോട്ട് വരുമായിരുന്നു. ഇവിടെ ഒത്തിരി ഇതുപോലത്തെ കേവ് ഉണ്ട്. There is one more I saw here. Shaiju. Yeah. You know, in this area, Yeah. Cradle of Humankind, there is more than 300 caves that owns by the private owners. So this only one part of the cave, actually, you can say just the one cave, Yeah. that reserved by the the government. Yeah, the government national reserve things. But there are more than 300 caves that owns by the private owners. Private. This is just a sample actually. Yeah. This is a one kind, kinds of caves. Yeah. So it's all natural caves, na? Okay, natural. Yeah, you see here, like there's a lot of private owners. Okay. They have a very big farmlands around in South Africa. So in their land they have their own caves. Okay. ചിലപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകതയായിരിക്കും നിങ്ങളുടെ ലാൻഡിൽ തന്നെ ഒരു കേവ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അതുമാത്രമല്ല, ഈ കേവ്സിൻ്റെ അകത്തു നിന്നാണ് ഈ ഫോസിൽസൊക്കെ നമ്മളെ തേടി എത്തുന്നത്, അല്ലെങ്കിൽ അവിടെ ജനവാസത്തിൻ്റെ തെളിവ് കിട്ടുന്നത്. അപ്പം ഇത് വളരെ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, പിള്ളേരെ സംബന്ധിച്ച് വെരി ഇൻഫോർമേറ്റീവ് അല്ലേ? അവർ പഠിച്ച കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണുവാണ്. എനിക്ക് ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്നൊക്കെ പറയില്ലേ, ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. പിന്നെ അവർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ആ റെവല്യൂഷനും ഫയർ, വാട്ടർ, നേച്ചർ എല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഒരു ടോട്ടൽ സ്റ്റഡി ടൂർ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വാട്ട് ആൻ എക്സ്പീരിയൻസ്, പറയാതിരിക്കാൻ പറ്റിയല്ല. ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്, ശരിക്കും പറഞ്ഞാൽ മനുഷ്യരാശിയുടെ മടിത്തട്ടിൽ നിന്ന് പറയുന്നത് അതുപോലെ നമുക്ക് തോന്നും. നമുക്ക് കേട്ടിട്ടുണ്ട് ആഫ്രിക്കയിലാണ് മനുഷ്യൻ്റെ ജന്മം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഓരോ സ്റ്റേജസ് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരു സെൻറ്ററായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഈ പറയും കുരങ്ങിൽ നിന്നാണോ ട്രാൻസിഷൻ പറയുമെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പക്ഷേ അത് അവർ വിഷ്വലി നമ്മളെ ആ രീതിയിലേക്ക് മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന പോലെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീമോസാപ്പിയൻസ് ആണ് ആദ്യത്തെ നമ്മുടെ പൂർവികരെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലേക്കുള്ള പരിണാമം തുടങ്ങുന്നത് ആഫ്രിക്കയിൽ. അത് ആ സ്റ്റേജ് തൊട്ട് ഇവർ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടെത്തിയത് അതിന് മുമ്പത്തെ സ്റ്റേജ് ആയിട്ടുള്ള കോമനനാഡി, നനാഡി. ഇവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാര്യം ആയതുകൊണ്ടാണ് അവർക്ക് അറിയാവുന്ന കുറച്ചും കൂടെ. എനിക്കറിയത്തില്ല. അപ്പം
ഓക്കെ, ഡോക്ടർ ഡിസ്കവറി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെ പ്രൂവ് ചെയ്യുന്ന ഇഷ്ടംപടി ഫോസിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ തന്നെ അത് അതിൻ്റെ ഒരു 3D സ്ട്രക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഹ്യൂമനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ കണ്ണ് അതൊക്കെ കാണുമ്പോൾ നമുക്കത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതും മാത്രമല്ല ടോട്ടലി നമ്മൾ ആ വിഷ്വലും നമ്മുടെ സിവിലൈസേഷൻ്റെ ഓരോ സ്റ്റേജസും കാണിക്കുന്നുണ്ട്. ടെക്നോളജി നമ്മളെവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ പോക്കൃത്തരങ്ങൾ, ഹിരോഷിമ, നമ്മൾ കാണിച്ചു വെക്കുന്ന പ്രകൃതിയോട് ചെയ്യുന്ന ദുരിതങ്ങൾ, അല്ല കാര്യങ്ങളെല്ലാം കൂടെ അടിപൊളി ഒരു എപ്പിസോഡ്. എനിക്ക് ഭയങ്കര ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം ഇട്ട് തരാം. അതിൻ്റെ അകത്തൊരു എക്സ്പീരിയൻസ്, ലൈറ്റ് ഇല്ലാത്ത ലോകത്തുനിന്ന് വെട്ടത്തിലേക്കും വെളിച്ചത്തിലേക്കും പിന്നെ സ്റ്റോം, സൃഷ്ടി, പിന്നെ എല്ലാ രീതിയിലും വളരെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി. ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത്, മനുഷ്യരാശിയുടെ മടിത്തട്ടിൽ എന്ന് പറയുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ്. നമ്മുടെയൊക്കെ ഒരു ട്രാൻസിഷനും ട്രാൻസ്ഫോർമേഷനും നമ്മുടെ ആ പാത എല്ലാം കൂടെ കാണിച്ചു തരുന്ന നല്ലൊരു എപ്പിസോഡായിരുന്നു. അവനെന്ത് ചെയ്യും, നമ്മുടെ ചെക്കൻ എന്ത് ചെയ്യും? എവിടെയുണ്ടോ അവിടെ ഇരുന്ന് അവർ ഫുഡ് അടിക്കണോ? ഓക്കെ, ഇവർ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇഷ്ടംപടി നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടംപടി കേവ്സും ഇഷ്ടംപടി ഫോസിൽ സ്റ്റഡീസും എല്ലാം കൂടെ കൂടിയ സംഭവമാണ്. ഹെൽത്തി സ്റ്റഫാണോ? ഓക്കെ റൈസിൻസ് അല്ലേ ഇത്? ഓക്കെ സിയാന, യു ഡിഡ്ന്റ് ഗിവ് യുവർ ഫീഡ്ബാക്ക്. അങ്ങനെ ഹൗ വാസ് ഇറ്റ്? ഗുഡ് ആയിരുന്നോ? വാട്ട് യു ലൈക്ക് ദ മോസ്റ്റ്? ഫ്ലോട്ടിങ് ഇൻ ദ വാട്ടർ. ഓക്കെ, വാട്ടർ റൈഡ് അല്ലേ? ഓക്കെ, ബി ഗുഡ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് ഇവിടുത്തെ വേറെ യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റലായ ജോനാസ്ബർഗും അതിൻ്റെ പരിസരത്തുമുള്ള ഹട്ടിങ് പ്രൊവിൻസാണ് എക്സ്പ്ലോർ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലിംബോബോ എന്ന് പറഞ്ഞ പ്രൊവിൻസിലേക്ക് പോകാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെ ഒത്തിരി കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ഫ്രം